ഹലോ എവ്രിവൺ, എല്ലാവർക്കും PSC MCQ സോണിലേക്ക് സ്വാഗതം. ഇന്നത്തേത് കേരള ഹിസ്റ്ററിയുടെ 5ാമത്തെ ക്ലാസ് ആണ്. ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി എന്ന ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള മുൻകാല ചോദ്യങ്ങളിലൂടെയാണ് ഈ ക്ലാസ്സിൽ കടന്നു പോകുന്നത്. ഓരോ ചോദ്യങ്ങളുടെയും സ്ലൈഡ് നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് നിർത്തി വായിച്ച് ക്വസ്റ്റ്യൻസ് വായിച്ച് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ആൻസറിലേക്ക് പോയാൽ മതിയാകും. ആദ്യത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുകയാണ്. ലിസ്റ്റ് 1 രചയിതാക്കളെ ലിസ്റ്റ് 2 കൃതികളോട് ചേരുംപടി ചേർക്കുക. രചയിതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. CV രാമൻ പിള്ള, ഉയ്യാരത്തു ചന്തുമേനോൻ, P ശങ്കുണ്ണിമേനോൻ, ഇളംകുളം കുഞ്ഞൻപിള്ള. കൃതികൾ: ഭാഷയും സാഹിത്യവും നൂറ്റാണ്ടുകളിൽ, രാമരാജ ബഹദൂർ, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ, ഇന്ദുലേഖ. ഈ രചയിതാക്കളെ കൃതികളുമായിട്ട് ചേരുംപടി ചേർക്കുക. നമുക്ക് ഒയ്യാരത്ത് ചന്തുമേനോൻ പ്രസിദ്ധനായ ചന്തുമേനോനാണെന്ന് അറിയാം. അദ്ദേഹത്തിന്റെ കൃതി ഏതാണ്? ഇന്ദുലേഖയാണെന്നും അറിയാം. അപ്പൊ B4 വരുന്നു. ഓൾമോസ്റ്റ് എല്ലാത്തിനും B4 വരുന്നുണ്ട്. സോ നമുക്ക് അതിനെ അങ്ങനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. CV രാമൻ പിള്ളയെ നമുക്ക് വളരെ പരിചിതനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. രാമരാജ ബഹദൂർ ആണ്. മാർത്താണ്ഡവർമ്മയും ധർമ്മരാജയാണ് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് വർക്ക്സ് എങ്കിലും രാമരാജ ബഹദൂറും അദ്ദേഹത്തിന്റെ ആണെന്ന് അറിയാമെങ്കിൽ നമുക്ക് എയും ഡിയും ഓപ്ഷനിലേക്ക് ഈ ക്വസ്റ്റ്യന് ചുരുക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നീട് P ശങ്കുണ്ണിമേനോനും ഇളംകുളം കുഞ്ഞൻപിള്ള, ഇവര് രണ്ടുപേരും ഹിസ്റ്റോറിയൻസ് ആണ്. അതുകൊണ്ട് ഇവരുടെ കൃതികൾ കറക്റ്റായിട്ട് അറിയെങ്കിലാണ് നമുക്ക് ബാക്കി ആൻസർ ചെയ്യാനായിട്ട് പറ്റുക. ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. CV രാമൻ പിള്ള അദ്ദേഹത്തിന്റെ രാമരാജ ബഹദൂർ എന്ന കൃതിയാണ്. അദ്ദേഹം കേരള സ്കോട്ട് എന്ന് അറിയപ്പെടുന്നു. കേരളം സ്കോട്ട് അല്ല, കേരള സ്കോട്ടാണ്. കേരള സ്കോട്ട് എന്ന് അറിയപ്പെടുന്നു. മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. കേരള സ്കോട്ട്. ഒയ്യാരത്ത് ചന്തുമേനോൻ അഥവാ ചന്തുമേനോൻ. അദ്ദേഹം ഇന്ദുലേഖ എഴുതിയ വർഷം ഒന്ന് ഓർത്തിരിക്കുക, 1889 ഇദ്ദേഹം കേരളത്തിലെ പ്രശസ്ത നോവലിസ്റ്റും സാമൂഹിക പരിഷ്കർത്താവുമാണ്. ഇന്ദുലേഖ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ്. ഇന്ദുലേഖ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ്. P ശങ്കുണ്ണിമേനോൻ അദ്ദേഹം വളരെ പ്രസിദ്ധനായൊരു ഹിസ്റ്റോറിയനാണ്. അദ്ദേഹത്തിന്റെയാണ് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ. ഇളംകുളം കുഞ്ഞൻപിള്ള. അദ്ദേഹത്തിന്റെ കൃതി ഭാഷയും സാഹിത്യവും നൂറ്റാണ്ടുകളിൽ. മലയാള ഭാഷയുടെയും വട്ടെഴുത്ത് ലിപിയുടെയും സാഹിത്യത്തിന്റെയും പരിണാമത്തെ വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹം രചിച്ച കൃതിയാണ് ഭാഷയും സാഹിത്യവും നൂറ്റാണ്ടുകളിൽ. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏത് സംസ്കൃത കൃതിയിലാണ് മധ്യകാല കേരളത്തിലെ പ്രധാന നഗരങ്ങൾ വിവരിച്ചിരിക്കുന്നത്? ഏത് സംസ്കൃത കൃതിയിലാണ് മധ്യകാല കേരളത്തിലെ പ്രധാന നഗരങ്ങൾ വിവരിച്ചിരിക്കുന്നത്? മൂഷകവംശം, പ്രദ്യുമ്നാഭ്യുദയം, സുഖസന്ദേശം, ശിവവിലാസം. മൂഷകവംശം, പ്രദ്യുമ്നാഭ്യുദയം, സുഖസന്ദേശം, ശിവവിലാസം. ആൻസർ ഓപ്ഷൻ സി, സുഖസന്ദേശമാണ്. 13-14 നൂറ്റാണ്ടുകളിലെ തെക്കൻ കേരളത്തിന്റെ സാമ്പത്തിക ഭൂപ്രകൃതി, വ്യാപാരം, ഗതാഗതം പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു പ്രധാന ഉറവിടമാണ് സുഖസന്ദേശം. കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യകാല സന്ദേശകാവ്യങ്ങളിൽ ഒന്നാണ് സുഖസന്ദേശം. ഓക്കെ, ഇപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Which of the following work is considered by MGS Narayanan as the unclassified encyclopedia of Kerala history? MGS നാരായണൻ അൺക്ലാസിഫൈഡ് എൻസൈക്ലോപീഡിയ ഓഫ് കേരള ഹിസ്റ്ററി എന്ന് വിശേഷിപ്പിച്ച പുസ്തകം ഈ താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ്? മലബാർ മാനുവൽ ഓഫ് വില്യം ലോഗൻ, ഹിസ്റ്ററി ഓഫ് കേരള ബൈ KP പത്മനാഭ മേനോൻ, A Survey of Kerala History by A. Sridhara Menon, തുഹഫാത്തുൽ മുജാഹിദീൻ ഓഫ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം. ഇത് അത്യാവശ്യം കുഴപ്പിക്കുന്ന ഒരു ടഫർ സൈഡിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ലിറ്റററി സോഴ്സസിൽ നിന്ന് കൂടുതൽ വരാറ് ഇച്ചിരി ടഫർ സൈഡിലേക്ക് തന്നെയാണ്. MGS നാരായണൻ അൺക്ലാസിഫൈഡ് എൻസൈക്ലോപീഡിയ എന്ന് വിശേഷിപ്പിച്ച കൃതി ഏത്? നമുക്ക് ആൻസറിലേക്ക് പോകാം. ആൻസർ ഓപ്ഷൻ ബി ആണ്. KP പത്മനാഭ മേനോന്റെ കേരള ചരിത്രം. 4 വോള്യൂംസ് ആണുള്ളത്. 4 വാല്യങ്ങൾ.
ഇദ്ദേഹം ഇന്ത്യൻ ചരിത്രകാരനായിരുന്നു. തിരുവിതാംകൂർ ചരിത്ര രചയിതാവായി നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ. ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ എഴുതിയ പി ശങ്കുണ്ണി മേനോന്റെ മകനാണ് KP പത്മനാഭ മേനോൻ. 1924 ഹിസ്റ്ററി ഓഫ് കേരള, അതായത് അത്യാവശ്യം വലിയൊരു ബുക്കാണ്, 4 വോള്യൂംസ് ആയിട്ട് പുറത്തിറങ്ങിയ പുസ്തകമാണ് അത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും നമുക്കൊരു ചേരുംപടി ചേർക്കുകയാണ്. രചയിതാവും കൃതികളും തന്നെയാണ്. ലിസ്റ്റ് 1 ഹെർമൻ ഗുണ്ടറ്റ്, സൈനുദ്ദീൻ മഖ്ദൂം, ലുഡോവിക്കോ ഡി വർത്തേമ, ഇബ്നു ബത്തൂത്ത. ലിസ്റ്റ് 2 രചനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റിബില, യാത്രാവിവരണം, കേരളപ്പഴമ, തൊഹഫാത്തുൽ മുജാഹിദീൻ. സൈനുദ്ദീൻ മഖ്ദൂം ആണ് തൊഹഫാത്തുൽ മുജാഹിദീൻ എന്ന് നിങ്ങൾ പഠിച്ചേ പറ്റൂ, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിന്റെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡാണ് തൊഹഫാത്തുൽ മുജാഹിദീൻ. അപ്പൊ B4 എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇത് അറ്റൻഡ് ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഇബ്നു ബത്തൂത്ത റിബിലയാണ്, അറിയാമായിരിക്കും അല്ലെ. അപ്പൊ തന്നെ നമുക്ക് 2 എണ്ണത്തിലോട്ട് ആൻസർ കട്ട് ഷോർട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങളെ കുഴപ്പിക്കുന്നത് ചിലപ്പം കേരളപ്പഴമയും യാത്രാവിവരണവും ആയിരിക്കാം. പക്ഷെ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കാര്യം അറിയാമെങ്കിൽ, തൊഹഫാത്തുൽ മുജാഹിദീന്റെ കാര്യം അറിയണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ സോൾവ്ഡ് ആണ്. ഓക്കെ, B4 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ ഓപ്ഷൻ C ആണ്. ഹെർമൻ ഗുണ്ടറ്റ് ആണ് കേരള പഴമ രചിക്കുന്നത്. 1498 മുതൽ 1531 വരെയുള്ള മലബാർ തീരത്തിന്റെ ചരിത്രവും അതുപോലെ ഈ പ്രദേശത്ത് വന്ന പോർച്ചുഗീസ് സാന്നിധ്യത്തെക്കുറിച്ചും വെളിവാക്കുന്ന പുസ്തകമാണ് കേരള പഴമ. സൈനുദ്ദീൻ മഖ്ദൂം അദ്ദേഹത്തിന്റെയാണ് തൊഹഫാത്തുൽ മുജാഹിദീൻ. കേരളത്തിലെ ആദ്യ ചരിത്ര കൃതിയായി ഇതിനെ കണക്കാക്കുന്നു. കേരളത്തിൽ പോർച്ചുഗീസുകാർ വരുന്നതിനെ കുറിച്ചും അതുപോലെ കേരളത്തിന്റെ റെസിസ്റ്റൻസ്, പോർച്ചുഗീസുകാർക്കെതിരെയുള്ള കേരളത്തിന്റെ റെസിസ്റ്റൻസ് ഒക്കെ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഉണ്ട്. അറബി മലയാളത്തിലാണ് ഇത് രചിക്കപ്പെട്ടിരിക്കുന്നത്, തൊഹഫാത്തുൽ മുജാഹിദീൻ. ലുഡോവിക്കോ ഡി വർത്തേമയുടെയാണ് യാത്രാവിവരണം. ഇദ്ദേഹം ഇറ്റലിക്കാരനായ ഒരു സഞ്ചാരിയായിരുന്നു. ഇദ്ദേഹം പക്ഷേ പോർച്ചുഗീസ് ചാരനായി സാമൂതിരിക്കെതിരായിട്ട് അവരെ സഹായിച്ച നിലയിൽ വളരെ കുപ്രസിദ്ധി നേടിയ ആളാണ് ലുഡോവിക്കോ ഡി വർത്തേമ. പോർച്ചുഗീസുകാരുടെ ചാരനായി നിന്ന് സാമൂതിരിക്കെതിരായി പ്രവർത്തിച്ചു. ഇബ്നു ബത്തൂത്ത, ഇദ്ദേഹത്തിന്റെ പുസ്തകമാണ് റിബ്ല അല്ലെങ്കിൽ റിഹ്ല. ഇദ്ദേഹം ഒരു മൊറോക്കൻ സഞ്ചാരിയാണ്. 14ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മൊറോക്കൻ സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. ഇബ്നു ബത്തൂത്ത വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രാവലറാണ്. ഇന്ത്യയുടെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അക്കൗണ്ട്സ് നമുക്ക് തന്നിട്ടുള്ള വ്യക്തിയാണ് ഇബ്നു ബത്തൂത്ത. അടുത്ത ക്വസ്റ്റ്യൻ, 1685 കേരളത്തിലെ ജൂതന്മാരുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു പഠനം നടത്താൻ ആംസ്റ്റർഡാമിൽ നിന്നുള്ള ഒരു കൂട്ടം ജൂത പ്രതിനിധികൾ കേരളത്തിലെത്തി. അവർ അവരുടെ സർക്കാരിന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അത് കേരളത്തിലെ ജൂതന്മാരെ കുറിച്ചുള്ള സാധുവായ ഉറവിടമായി കണക്കാക്കപ്പെടുന്നു. എത്തിയ സംഘത്തിന്റെ തലവൻ ആരായിരുന്നു? ഓപ്ഷൻ A പെരേര ഡി പൈവ മോസസ്, ഓപ്ഷൻ B ഡേവിഡ് റബി, ഓപ്ഷൻ C റാബി ഡേവിഡ് ഹില്ലൽ, ഓപ്ഷൻ D സാമുവൽ കാസ്റ്റിയൽ. ആൻസർ ഓപ്ഷൻ A പെരേര ഡി പൈവ മോസസ് ആണ്. ഇവർ ഈ റിപ്പോർട്ടില് കൊച്ചിയില് ഇപ്പോഴും ജൂ സെറ്റിൽമെന്റ് കൊച്ചിയിലുണ്ടല്ലോ, അതിനെക്കുറിച്ചും അവരെ കൊച്ചിയിലുണ്ടായ ജൂ സെറ്റിൽമെന്റിനെ കുറിച്ചും ഒക്കെയാണ് ഇവരുടെ റിപ്പോർട്ടിൽ കൂടുതലായിട്ട് എഴുതി അവരുടെ ഗവൺമെന്റിന് സമർപ്പിക്കുന്നത്. ഇന്ന് നമുക്ക് കൊച്ചിയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ജൂതന്മാരെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ഒതന്റിക് ആയിട്ടുള്ള അക്കൗണ്ട് എന്ന് പറയുന്നത് ഇവർ കൊടുത്ത ആ ഒരു റെക്കോർഡ് തന്നെയാണ്. അടുത്ത ചോദ്യം കടവല്ലൂർ അന്യോന്യത്തെ കുറിച്ചാണ്. കടവല്ലൂർ അന്യോന്യം, an annual debate of Vedic scholars from 2 schools of Rigveda practice, is held at Kadavallur. Which of the following statement is or are wrong? It is the final examination for the Vedic scholars. It is held in the month of Vrishchigam. It was revived in 1999 and has been conducting regularly since then. The word Anyonyam means each other. ഇതിനകത്തെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായാലും റോങ് ആവില്ല എന്ന് മലയാളം മദർ ടങ് ആയിട്ടുള്ളവർക്ക് അറിയായിരിക്കില്ലേ. അന്യോന്യം എന്നതിനർത്ഥം
ഈച്ച് അതർ തന്നെയാണ്. അപ്പൊ ഓപ്ഷൻ ഡി നമുക്ക് ഒഴിവാക്കാം. ഇതൊരു ഫൈനൽ എക്സാമിനേഷൻ ആണോ? അതെ, ഒരു ഡിബേറ്റ് കൈൻഡ് ഓഫ് എക്സാമിനേഷൻ പോലത്തെ ഒന്നാണ് കടവല്ലൂർ അന്യോന്യം. എന്തായാലും നമുക്ക് ആൻസറിലേക്ക് പോകാം. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി 3 ഓൺലി ആണ്. ഒരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഋഗ്വേദിക് ഡിബേറ്റ് ആണ് കടവല്ലൂർ അന്യോന്യം. ഇത് തൃശ്ശൂരാണ് നടക്കുന്നത്. ശ്രീരാമ ടെമ്പിൾ, കടവല്ലൂർ തൃശ്ശൂരാണ്. അവിടെയാണ് കടവല്ലൂർ അന്യോന്യം സംഭവിക്കുന്നത്. 8 ദിവസം ഒരു ഇന്റൻസ് ഋഗ്വേദ ഡിബേറ്റ് ആയിരിക്കും. അവരുടെ റിഗറസ് എക്സാമിനേഷൻ മെത്തേഡ്സിന്റെ പേരാണ് ചതുരംഗം, രണ്ടാംഗം, അങ്ങനെ ഉള്ള ഒരു ഇന്റൻസ് ഡിബേറ്റും കാര്യങ്ങളുമാണ് നടക്കുന്നത്. തെറ്റ്, ഓപ്ഷൻ 3 തെറ്റാവാൻ കാരണം എന്താണ്? കടവല്ലൂർ അന്യോന്യം റിവൈവ് ചെയ്തത് 1999-ലല്ല, 1989-ലാണ്, 1989-ലാണ്. അതാണ് ആ ഒരു ഫാക്ട് തെറ്റാനായിട്ടുള്ള കാരണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കൊച്ചി രാജ്യചരിത്രം വാസ് റിട്ടൺ ബൈ, കൊച്ചി രാജ്യചരിത്രം വാസ് റിട്ടൺ ബൈ KP പത്മനാഭ മേനോൻ, ആറ്റൂർ കൃഷ്ണ പിഷാരടി, K ദാമോദരൻ, PC മാനവിക്രമൻ രാജ. നമുക്ക് ആൻസറിലേക്ക് പോയാലോ? ആൻസർ KP പത്മനാഭ മേനോനാണ്. ഓപ്ഷൻ എ KP പത്മനാഭ മേനോൻ. ഈ ഗ്രന്ഥം കൊച്ചി നാട്ടുരാജ്യത്തിന്റെ ചരിത്രം പറയുന്ന ആധികാരിക ഗ്രന്ഥമാണ്. അതുപോലെ കൊച്ചി രാജവംശത്തെക്കുറിച്ചും അവിടെ വന്ന ഡച്ച്, പോർച്ചുഗീസ് പോലെയുള്ള വിദേശ ശക്തികളെ കുറിച്ചും അവരുമായിട്ടുള്ള ബന്ധം, ഭരണ സംവിധാനം എന്നിങ്ങനെ പല കൊച്ചിയുടെ മൊത്തത്തിലുള്ള ഒരു ചരിത്രം നമുക്ക് ആ കാലഘട്ടത്തെ കാണാനായിട്ട് സാധിക്കുന്നു. കൊച്ചി രാജ്യത്തിന്റെ ചരിത്രം, ഭൂമിശാസ്ത്രം, പാരമ്പര്യം എന്നിവ വ്യക്തമാക്കുന്ന ഈ പുസ്തകം മലയാളത്തിലെ ചരിത്ര രചനകളിൽ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, കൊച്ചി രാജ്യചരിത്രം KP പത്മനാഭ മേനോൻ. ട്രാവൻകൂറിന്റെ ചരിത്രം രചിച്ചതാരായിരുന്നു? ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ P ശങ്കുണ്ണി മേനോൻ. അതുപോലെ ഹിസ്റ്ററി ഓഫ് കേരള ആരായിരുന്നു? KP പത്മനാഭ മേനോൻ. അദ്ദേഹം തന്നെയാണ് കൊച്ചി രാജ്യചരിത്രം എഴുതുന്നത്. അതുപോലെ എ സർവേ ഓഫ് കേരള ഹിസ്റ്ററി A ശ്രീധര മേനോൻ. അത് മറക്കരുത്. എ സർവേ ഓഫ് കേരള ഹിസ്റ്ററി ബൈ A ശ്രീധര മേനോൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഓൾ ടൈം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തുഹഫത്തുൽ മുജാഹിദീൻ ബൈ ഷെയ്ഖ് സൈനുദ്ദീൻ മക്തം, മലബാർ മാനുവൽ. ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ഒരുപാട് ടേക്ക് അവേസ് ഉണ്ട്. മലബാർ മാനുവൽ വില്യം ലോഗൻ, ഹിസ്റ്ററി ഓഫ് കേരള KP പത്മനാഭ മേനോൻ, സർവേ ഓഫ് കേരള ഹിസ്റ്ററി ബൈ A ശ്രീധര മേനോൻ, തുഹഫത്തുൽ മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ മക്തം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ്, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് നമ്മൾ ഡീൽ ചെയ്തിരുന്ന ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ചോദ്യം ഇതാണ്. Which among the following is or are not correct regarding Hortus Malabaricus? Itti Achyutan, Ranga Bhatt, Appu Bhatt, Vinayak Bhatt associated with the project of compiling the text. The work was published from Lisbon. The book deals with the recipe of Malabar food items. The work was compiled under the patronage of Admiral Van Reed. ഇതൊക്കെയാണ് 4 സ്റ്റേറ്റ്മെന്റ്സ്. ഇതിനകത്ത് ഏതാണ് തെറ്റ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോട്ട് കറക്റ്റ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓൺലി 1 and 2, 2 and 4, 2 and 3, all of the above. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അഡ്മിറൽ വാൻ റീഡ്. അല്ലെ, അദ്ദേഹത്തിന്റെ പാട്രണേജിലാണ് വർക്ക് കമ്പൈൽ ചെയ്യപ്പെടുന്നത്. അപ്പം സ്റ്റേറ്റ്മെന്റ് 4 എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് ആണ്, തെറ്റല്ല. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ് 4നെ ഒഴിവാക്കാം. സ്റ്റേറ്റ്മെന്റ് 4നെ ഒഴിവാക്കുമ്പോൾ തന്നെ ഓപ്ഷൻ ബിയും എലിമിനേറ്റ് ആവും, ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ആവും. ഇനി നമുക്ക് എയും സിയും മാത്രമാണുള്ളത്. ഇതിനകത്ത് ഏതെങ്കിലും ഒന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. മലബാറിലെ ഫുഡ് ഐറ്റംസിന്റെ റെസിപ്പി ബുക്ക് ആണോ ഹോർത്തൂസ്? അല്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് 3 നോട്ട് കറക്റ്റ് ആണെന്ന് മനസ്സിലാവും. നമുക്ക് നോട്ട് കറക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്റ്റേറ്റ്മെന്റ് 3 നോട്ട് കറക്റ്റ് ആണെന്ന് മനസ്സിലാവും. അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താം. ആൻസർ ആണ് 2 and 3, അതായത് ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി ഓൺലി 2 and 3 ആണ് ആൻസർ. സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാൻ കാരണം എന്താണ്? സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാൻ കാരണം ലിസ്ബണിൽ നിന്നല്ല പബ്ലിഷ് ചെയ്തത്, ആംസ്റ്റർഡാമിൽ നിന്നാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് ഒരു ഡച്ച് കോൺട്രിബ്യൂഷൻ ആണ്. അപ്പം ആംസ്റ്റർഡാമിൽ നിന്നാണ്
ഇത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത് ബിറ്റ്വീൻ 1678 ആൻഡ് 1693. സ്റ്റേറ്റ്മെന്റ് 3 എന്തുകൊണ്ടാണ് തെറ്റാവുന്നത്? അതൊരു ബൊട്ടാനിക്കൽ ട്രീറ്റൈസ് ആണ്, അല്ലാതെ ഒരു റെസിപ്പി ബുക്ക് അല്ല ഹോർത്തൂസ് മലബാറിക്കസ്. അതൊരു വൃക്ഷങ്ങളെയും അതുപോലെ ചെടികളെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ബൊട്ടാനിക്കൽ ട്രീറ്റൈസ് ആണ് ഹോർത്തൂസ് മലബാറിക്കസ്. അതിന്റെ ഹോർത്തൂസ് മലബാറിക്കസ് എന്നുള്ള ഡച്ച് പേരിന്റെ വിവർത്തനം തന്നെ ദ ഗാർഡൻ ഓഫ് മലബാർ എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ആംസ്റ്റർഡാം ബിറ്റ്വീൻ 1678 ടു 1693. 17-ാം നൂറ്റാണ്ടിലാണ് രചിക്കപ്പെടുന്നത്. അഡ്മിറൽ വാൻ റീഡിന്റെ പാട്രണേജിലാണ്. ആംസ്റ്റർഡാമിൽ നിന്നാണ് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ലാറ്റിൻ ഭാഷയിലാണ് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ലാറ്റിൻ ഭാഷയ്ക്ക് ശേഷം കേരളത്തിലും ആ വൃക്ഷത്തിന്റെ പേര് എഴുതും. ആദ്യമായിട്ട് മെൻഷൻ ചെയ്യുന്ന തെങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, മലബാർ കോസ്റ്റിലെ സ്പീഷീസുകളെ കുറിച്ചാണ് എഴുതുന്നത്, ഫ്ലോറയിനെ കുറിച്ച്. അതുപോലെ തന്നെ 12 വോള്യൂം ആയിട്ടാണ് പുറത്തിറങ്ങുന്നത്. ഹെൻറിക് വാൻ റീഡ്, മലബാറിലെ ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻറിക് വാൻ റീഡിന്റെ പാട്രണേജിലാണ് കമ്പൈൽ ചെയ്യപ്പെടുന്നത്. ഇതിൽ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്ത ആളുകളാണ് ഇട്ടി അച്യുതൻ വൈദ്യർ, രംഗഭട്ട്, അപ്പു ഭട്ട് ആൻഡ് വിനായക് ഭട്ട്. ഓക്കെ, ഇത് ഇത്രയും ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്. ഇത്രയും ഫാക്ട്സ്. ഹോർത്തൂസ് ബേസിക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ്, അപ്പം ഹോർത്തൂസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററിയിൽ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഡോക്യുമെന്റ് PDF ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ടെലിഗ്രാമിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മുടെ ചാനൽ, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. Thank you so much. Let's meet in another video.